ചെലവുകൾ വെട്ടിക്കുറയ്ക്കുവാനും നികുതി വർധനവ് നടപ്പിലാക്കാനും സുപ്രധാന ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ വൈകിപ്പിക്കുവാനും വഴിയൊരുക്കി ചാൻസലർ റേച്ചൽ റീവ്സ്. ലേബർ ഗവൺമെന്റ് ടോറികളിൽ നിന്നും ഏറ്റെടുത്ത ഭാരം മൂലമാണ് ഈ അവസ്ഥ നേരിട്ടത് എന്നാണ് റീവ്സിന്റെ നിലപാട്. 40 പുതിയ ആശുപത്രികൾ നിർമ്മിക്കാനുള്ള ബോറിസ് ജോൺസന്റെ പദ്ധതി ഉൾപ്പെടെയുള്ളവ നിർത്തിവെക്കുവാനാണ് ചാൻസലറുടെ നീക്കം. കൂടാതെ ഓഫീസ് ഓഫ് വാല്യൂ ഫോർ മണി ആരംഭിച്ച് സിവിൽ സർവീസ് സ്രോതസ്സുകളെ നിയോഗിച്ച് ഈ സാമ്പത്തിക വർഷം ലാഭിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തിരിച്ചറിയുകയാണ് ഉദ്ദേശം. കൂടാതെ അമിതമായി കൈവശമുള്ള പൊതു പ്രോപ്പർട്ടികൾ വിറ്റഴിക്കുവാനും കൺസൾട്ടന്മാരെ നിയോഗിച്ച് അനിവാര്യമല്ലാത്ത ചിലവുകൾ നിർത്തലാക്കാനും നടപടിയുണ്ടാകും. എന്നാൽ ഈ പ്രഖ്യാപനങ്ങൾ മുണ്ടുമുറുക്കിയെടുത്തുള്ള അവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്കല്ല എന്ന് ട്രഷറി സ്രോതസ്സുകൾ അവകാശപ്പെട്ടു. 14 വർഷത്തെ വാഗ്ദാനങ്ങളുടെ പേരിൽ പൊതു ഖജനാവിന് നേരിട്ട് 20 ബില്യൺ പൗണ്ടിന്റെ കുറവ് പരിഹരിക്കുകയാണ് ഉദ്ദേശമെന്നും ഇവർ പറയുന്നു. അതേസമയം NHS ജീവനക്കാർക്കും അധ്യാപകർക്കും 5.5% ശമ്പള വർധനവ് നൽകാനുള്ള പദ്ധതിക്ക് ചാൻസലർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.